ഡൽഹി വിവേക് വിഹാറിലെ കുട്ടികളുടെ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 6 കുട്ടികൾ 7 നവജാത ശിശുക്കൾ വെന്തു മരിച്ചു എന്ന വാർത്തയാണ് ഡൽഹിയിൽ നിന്ന് വരുന്ന വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തയാണ്. 6 കുട്ടികളുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നുവെന്നും ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി ചേർന്നു. രാധാകൃഷ്ണൻ, അത്യന്തം ഷോക്കിംഗ് ആയ ഒരു വാർത്ത ഗുജറാത്തിൽ നിന്ന് വന്നു. അതിൻ്റെ പിന്നാലെ ഡൽഹി ആശുപത്രിയിൽ തീപിടുത്തം ഉണ്ടായി എന്നുള്ള വാർത്തയും വന്നു. 7 കുട്ടികൾ വെന്തു മരിച്ചു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നടുക്കം ഉണ്ടാകുന്നു. വിവരങ്ങൾ? ആണ് എസ് കെ. തീർച്ചയായിട്ടും നമ്മളെയൊക്കെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വേദനയുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ വലിയ ചൂട് എല്ലാ മേഖലയിലും ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ തീപിടുത്തം വ്യാപകമാകുന്ന ഒരു കാഴ്ച പലയിടങ്ങളിലും ഉണ്ട്. ഡൽഹിയിലെ ഇന്നലെ തന്നെ ഏതാണ്ട് 20ഓളം ഇടങ്ങളിലാണ് തീപിടുത്തം ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉള്ളത്. അതിൽ ഈ ആശുപത്രി ബേബി കെയർ എന്നാണ് ഈ ആശുപത്രി അറിയപ്പെട്ടിരുന്നത്. വിവേക് വിഹാറിലാണ്, ഡൽഹിയിലെ വിവേക് വിഹാറിലാണ് ഈ ആശുപത്രി ഉള്ളത്. രാത്രിയാണ് ഏതാണ്ട് 12 മണിയോടടുത്താണ് ഈ ഫയർഫോഴ്സിന് ഇത്തരത്തിലുള്ള ഒരു വിവരം, തീപിടിച്ചു എന്ന് പറയുന്ന വിവരം ലഭിച്ചത്. അങ്ങനെ ഫയർഫോഴ്സ് അംഗങ്ങൾ അവിടേക്ക് എത്തി നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ 6 കുട്ടികളെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ അടുത്തുള്ള ആശുപത്രികളിലേക്ക് മാറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 7 കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടമാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറുകയും ചെയ്തു. ഓക്സിജൻ സിലിണ്ടറിന് ഈ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ചൂട് മൂലമുണ്ടായ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് പൊട്ടിത്തെറിച്ചതാകാം ഈ തീപിടുത്തത്തിൻ്റെ കാരണം എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. ഷോർട്ട് സർക്യൂട്ട് അടക്കമുള്ള മറ്റ് സാധ്യതകളും പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. എല്ലാ ഇടങ്ങളിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം മുൻനിർത്തി ആവശ്യമായിട്ടുള്ള ഈ അഗ്നിശമന സംവിധാനങ്ങൾ ഒരുക്കണം എന്ന മുന്നറിയിപ്പ് ഡൽഹി സർക്കാർ നൽകിയിട്ടുണ്ട്. അഗ്നിശമന സാഹചര്യങ്ങൾ ഒരുക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ കർശനമായിട്ടുള്ള പിഴശിക്ഷ അടക്കമുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഡൽഹി സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. എല്ലാ ഓഫീസുകളിലും ഇതിന് യുക്തമാകുന്ന വിധത്തിലേക്കുള്ള സംവിധാനം വേണമെന്നും പറയുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് വലിയ രീതിയിലുള്ള തീപിടുത്തമാണ് കെട്ടിടങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുള്ളത്. ഈ ചൂടിൻ്റെ അളവ് ഇനി ഇങ്ങനെ കൂടുന്ന ഒരു സാഹചര്യത്തിൽ അത് വീണ്ടും വർദ്ധിക്കാനായിട്ടുള്ള സാഹചര്യവും കാണുന്നുണ്ട്. എല്ലാ ഒരുക്കങ്ങളും തയ്യാറെടുത്ത് വളരെ കൃത്യമായിട്ട് ഈ സാഹചര്യങ്ങളെ നേരിടണമെന്ന് ഫയർഫോഴ്സിന് സർക്കാർ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും 7 കുഞ്ഞുങ്ങളുടെ ജീവൻ എടുക്കുന്ന വിധത്തിലേക്ക് ഇന്നലെ രാത്രി ഉണ്ടായ തീപിടുത്തം വഴിമാറിയിരിക്കുന്നു. എസ് കെ. രാധാകൃഷ്ണൻ.